മലയാളം ടൈംസിന്റെ റൈറ്റ് ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വിദേശ ജോലി ആഗ്രഹിക്കാത്ത മലയാളികളില്ല. കഴിഞ്ഞ 20 വർഷത്തിലധികമായി വിദേശ ജോലി സ്വപ്നം കാണുന്ന മലയാളികൾക്ക് ഒരു മാർഗദർശിയായി മുന്നേറുന്ന ഒരു സ്ഥാപനത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മുടിയൂർക്കര ഹോളി ഫാമിലി ചർച്ചിന് സമീപം സ്ഥിതി ചെയ്യുന്ന കിറ്റ് ഇന്റർനാഷണൽ. റൈറ്റ് ചോയ്സിലേക്ക് കിറ്റ് ഇന്റർനാഷണലിന്റെ MD ജോസ് ജേക്കബ് സാറിനെയും കോഴ്സ് കോർഡിനേറ്റർ ജോയ്സ് മാമിനെയും നമുക്ക് സ്വാഗതം ചെയ്യാം. രണ്ടുപേർക്കും സ്വാഗതം. നമസ്കാരം. വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇവിടുത്തെ ഈ കോഴ്സുകൾ കുട്ടികൾ തിരഞ്ഞെടുക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നമുക്ക് IELTS, OAT, PT, UKVI, ലാംഗ്വേജ് സെർട്ട്, ഡ്യുവലിംഗോ എന്നീ കോഴ്സുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് നേഴ്സസിനും കൂടാതെ ഇവിടെ നിന്ന് ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കാൻഡിഡേറ്റിനുമാണ് ഇത് കൂടുതലായിട്ട് പ്രയോജനപ്പെടുന്നത്. ആക്ച്വലി അവരുടെ റിക്വയർമെൻ്റ് ആണിത്. ഈ ഇംഗ്ലീഷ് പ്രൊഫഷൻസി അവരുടെ റിക്വയർമെൻ്റ് ആണ്. ഈ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ കോഴ്സ് ചെയ്യാനാണേലും വർക്ക് ചെയ്യാനായിട്ടാണേലും സാധിക്കും. സാർ, വിദേശത്തെ ജോലി ആഗ്രഹിച്ചു വരുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് കിറ്റ് ഇന്റർനാഷണൽ ഒരു റൈറ്റ് ചോയ്സ് ആകുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ വരുന്ന കാൻഡിഡേറ്റ്സിന് നമുക്ക് ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ അവർക്ക് നൽകുന്നത്. കൂടാതെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവരുടെ ഓരോരുത്തരുടെയും കാലിബർ അനുസരിച്ച് അവർക്ക് വേണ്ട ആ മൊഡ്യൂള് അതിൽ കൂടുതൽ സ്ട്രെസ് ചെയ്ത് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു വലിയ കാര്യം. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ചെയ്തു വരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഒരു 100% നമുക്ക് റിസൾട്ട് കിട്ടുന്നുമുണ്ട്. ആ ഒരു രീതി എല്ലാ കാൻഡിഡേറ്റ്സിനും വളരെ അട്രാക്റ്റീവ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കുട്ടികളെ ഇവിടെയൊക്കെ കടന്നു വരുമ്പോൾ അവർക്ക് നമ്മളെ കോഴ്സുകൾ സെലക്ട് ചെയ്യുകയാണോ, അവർ കുട്ടികൾ ഓൾറെഡി അത് ഇന്ന കോഴ്സ് പഠിക്കണം എന്ന രീതിയിലാണോ ഇങ്ങോട്ട് കടന്നത്? അവർ കൂടുതലായിട്ട് സെലക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഏത് കോഴ്സാണ് ചെയ്യേണ്ടത് എന്ന് അവർ തന്നെ ചൂസ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. വർക്ക് ചെയ്യേണ്ട കാൻഡിഡേറ്റ്സിനാണെങ്കിൽ എസ്പെഷ്യലി നേഴ്സസ് ആണെങ്കിൽ അവർ IELTS, OET, PT ഈ 3 കോഴ്സുകളായിരിക്കും അവർ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ UKVI അവർ അങ്ങനെ വരുന്ന കാൻഡിഡേറ്റ്സ് അവിടെ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് കെയർ ടേക്കർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാർക്ക് മാത്രമാണ് UKVI വരുന്നത്. ഇപ്പൊ എല്ലാവരും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ നമ്മളൊരു വിദേശ ജോലി ആഗ്രഹിക്കുമ്പോൾ ഈ കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ സാർ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് സാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അവരുടെ ഓൺ ബോർഡിലെ ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർക്ക് എത്രമാത്രം സ്കോർ എന്നുള്ളത്. ഓൺ ബോർഡ് ലാംഗ്വേജ് നല്ലതുപോലെ ഉണ്ടെങ്കിൽ ഒരു എബോവ് ആവറേജ് ലാംഗ്വേജ് ഉള്ള ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് അവർക്ക് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ വളരെ കുറച്ച് മതി. ഒരു 1 month ആണെങ്കിലും മതി. ഈവൻ ഒരു 2 weeks വന്നാലും എബോവ് ആവറേജ് ലാംഗ്വേജ് ഉള്ള ഒരു കാൻഡിഡേറ്റിന് ഒരു 6.5 സ്കോർ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. എന്നാൽ ലാംഗ്വേജ് തീരെ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടൈം അവർക്ക് കൊടുക്കണം. ആ ടൈം അവർക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ബേസിക് ഗ്രാമർ മുതൽ അവർക്ക് എടുത്തു കൊടുക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. അത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യും എന്നുള്ളതാണ്. ചെറിയ ഗ്രൂപ്പുകളാക്കിയാണ് നമ്മൾ അവരെ ക്ലാസ്സുകൾ എടുക്കുന്നത്. നമുക്ക് എത്ര നാളാണ് കോഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത്? സർ, ഇതിനൊരു കാലാവധി എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും IELTS, OET പോലെയായ കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് മിനിമം ഒരു 2 months എങ്കിലും വേണം. എന്നാൽ IELTSന് എബോവ് ആവറേജ് നല്ല രീതിയിൽ ഓൺബോർഡ് ലാംഗ്വേജ് ഉള്ള ഒരാളാണെങ്കിൽ നിസ്സാരം ഒരു 1 week കൊണ്ടും അവർക്ക് 8.5, 9 പോലെയുള്ള സ്കോറുകൾ അവർക്ക് നേടാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും ഇവിടെ പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഔട്ട് ഓഫ് 9 മേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ ആ കാലിബർ ആണ്. ഏകദേശം 20 വർഷത്തോളമായി സ്ഥാപനം തുടങ്ങിയിട്ടെന്ന് താങ്കൾ പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലൊക്കെ എത്ര കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുണ്ടാവും? സാറേ, അതിനെക്കുറിച്ച് ഇപ്പൊ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റില്ല. എങ്കിലും ഒരു 10,000 കണക്കിന് ആൾക്കാർ പോയിട്ടുണ്ട്. കാരണം
അയർലൻഡിൽ തന്നെ കിറ്റ് ഇന്റർനാഷണൽ എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഉണ്ടാക്കി അവർ നല്ലൊരു കുടുംബമായിട്ട് അവിടെയുണ്ട്, അയർലൻഡിലുണ്ട്. അതേപോലെ തന്നെ UK-യിലുമുണ്ട്, ഓസ്ട്രേലിയയിലുമുണ്ട്, ന്യൂസിലൻഡിലുമുണ്ട്. എന്നാൽ കാനഡയിലെ കുറെ സ്റ്റുഡൻസ് ആണ്, അവരുടെയും ഒരു ഗ്രൂപ്പ് അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യം, അതായത് നമ്മുടെ കിറ്റ് എന്ന ഫാമിലിയിൽ നിന്ന് പോകുന്ന ഒരു കാൻഡിഡേറ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ, ഈ പറയപ്പെടുന്ന രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ ആ വിതിൻ സെക്കൻഡ്സിനുള്ളിൽ അവിടെയുള്ള നമ്മുടെ നേരത്തെ പോയിരുന്ന സ്റ്റുഡൻസ് അവരെ വിളിക്കുകയും അവർക്ക് വേണ്ട ഹെൽപ്പ് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ അവർക്ക് ചെയ്തു. അതൊരു വലിയ കാര്യം തന്നെയാണ് സാറ്. അതിൽ ഞങ്ങൾ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ്. അതൊക്കെയാണ് ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയാനായിട്ട് ഇതിൻ്റെ അകത്ത്. എന്തായാലും താങ്കളുടെയും താങ്കളുടെ വൈഫിൻ്റെയും ഒക്കെ പ്രവർത്തനം മികവുണ്ട്. വിദേശ ജോലി ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് കിറ്റ് ഇന്റർനാഷണൽ ഒരു റൈറ്റ് ചോയ്സ് തന്നെയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തുവാൻ എല്ലാവിധ ആശംസകളും. പ്രത്യേകം നന്ദി. നമ്മുടെ മലയാളികൾ വിദേശ ജോലി സ്വപ്നം കാണുന്നു എങ്കിൽ കിറ്റ് ഇന്റർനാഷണൽ നിങ്ങൾക്ക് ഒരു റൈറ്റ് ചോയ്സ് തന്നെയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.